കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ വിദ്യാർത്ഥിയായ നിധിൻ രാജിന്റെ ദുരൂഹമരണത്തെ തുടർന്ന് സംസ്ഥാനത്ത് വീണ്ടും വിദ്യാർത്ഥി സുരക്ഷയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അന്തരീക്ഷവും സംബന്ധിച്ച് ഗുരുതരമായ ചർച്ചകൾ ഉയർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിധിന്റെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും സംഭവത്തിൽ ശക്തമായ പ്രതികരണം രേഖപ്പെടുത്തുകയും ചെയ്തത്. നിധിന്റെ മരണവാർത്ത പുറത്തുവന്നതുമുതൽ സാമൂഹിക മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് അധ്യാപകരെതിരെ ഉയർന്ന ജാതി അധിക്ഷേപ ആരോപണങ്ങൾ സംഭവത്തെ കൂടുതൽ ഗുരുതരമാക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് വി.ഡി. സതീശൻ കുടുംബത്തെ നേരിൽ കണ്ട് ആശ്വാസവാക്കുകൾ പറഞ്ഞത്. നിധിൻ നേരിട്ട പീഡനങ്ങൾ കേരളത്തിന് തന്നെ വലിയ നാണക്കേടാണ്. സാംസ്കാരിക കേരളം തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിധിനെതിരെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന അധിക്ഷേപങ്ങളും മാനസിക പീഡനങ്ങളും ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമല്ല, മുഴുവൻ വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്കും കറയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിലുള്ള ക്രൂരമായ അധിക്ഷേപങ്ങൾ നടത്തുന്നവർ അധ്യാപകരാണോ എന്ന ചോദ്യമുയർത്തിയ സതീശൻ കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. മുഖം നോക്കാതെ നിയമം നടപ്പാക്കണം എന്ന നിലപാടും അദ്ദേഹം വ്യക്തമാക്കി. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അന്തരീക്ഷം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും മാനസികമായി പിന്തുണയുള്ള അന്തരീക്ഷം നൽകേണ്ട അധ്യാപകർ തന്നെ ആരോപണ വിധേയരാകുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വിശ്വാസ്യത ഇറ്റ്സെൽഫ് ചോദ്യം ചെയ്യപ്പെടുന്നുവെന്ന ആശങ്ക ഉയരുന്നു. ഇതിനിടെ മുൻപ് പൂക്കോട് വെറ്ററിനറി കോളേജ് നടന്ന വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവും വീണ്ടും ചർച്ചയാകുകയാണ്. ആ സംഭവത്തിൽ സമയബന്ധിതമായും മാതൃകാപരമായും നടപടിയെടുത്തിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലായിരുന്നുവെന്ന് വി.ഡി. സതീശൻ വിമർശിച്ചു. പൂക്കോട് സംഭവത്തിൽ കർശനമായ മാതൃകാ നടപടികൾ എടുത്തില്ല. അതിന്റെ ഫലമാണ് ഇന്നും സമാനമായ പീഡനങ്ങൾ തുടരുന്നത് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തി പറഞ്ഞത്. നിധിൻ രാജിന്റെ മരണത്തിൽ സമഗ്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്. കുടുംബാംഗങ്ങൾ നീതി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുമ്പോൾ വിവിധ വിദ്യാർത്ഥി സംഘടനകളും സാമൂഹിക പ്രവർത്തകരും പ്രതിഷേധം ശക്തമാക്കുകയാണ്. സംഭവത്തിൽ ജാതി വിവേചനമുണ്ടായോ, മാനസിക പീഡനമുണ്ടായോ, അതിനു പിന്നിൽ ആരൊക്കെയാണെന്നതൊക്കെയാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തേണ്ട പ്രധാന വിഷയങ്ങൾ. ഈ സംഭവം സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം, അധ്യാപക-വിദ്യാർത്ഥി ബന്ധം, കോളേജ് ക്യാമ്പസുകളിലെ നിയന്ത്രണങ്ങൾ എന്നിവയെല്ലാം വീണ്ടും പരിശോധിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, റാഗിംഗ്, അധിക്ഷേപങ്ങൾ തുടങ്ങിയവ തടയാൻ ശക്തമായ സംവിധാനം വേണമെന്ന ആവശ്യവും ഉയരുന്നു. വിദ്യാർത്ഥികളുടെ മരണങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണാനാകില്ലെന്ന വിലയിരുത്തലാണ് പൊതുവെ ഉയരുന്നത്. ഓരോ സംഭവവും ഒരു മുന്നറിയിപ്പായി കാണേണ്ടതുണ്ടെന്നും അതനുസരിച്ച് സർക്കാർ കർശന നടപടികളും നയപരമായ മാറ്റങ്ങളും കൊണ്ടുവരണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നിധിൻ രാജിന്റെ കുടുംബം അനുഭവിക്കുന്ന വേദനയും നഷ്ടവും വാക്കുകളിൽ വിവരിക്കാനാവാത്തതാണ്. അവരുടെ നീതി ആവശ്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പൊതുവായ ആവശ്യമാകുന്നത്. ഈ കേസിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കപ്പെടുന്നുവോ എന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിദ്യാർത്ഥി സമൂഹവും രക്ഷിതാക്കളും ഇപ്പോൾ ഒരു ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഉറപ്പ്, അതിനായി ലീഗലായും ഭരണപരമായും ശക്തമായ ഇടപെടലുകൾ അനിവാര്യമാണെന്ന് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.